കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് ഗുണം കൊണ്ട് 4-40 വട്ടം നമ്മൾ ടീമിനെ എടുത്ത് ഏറെ കയറ്റി വിടുന്നുണ്ടെങ്കിലും റിസർവ് ടീമിന്റെ കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്കെതിരെ പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കേരള പ്രീമിയർ ലീഗിൽ ഇന്നത്തെ മത്സരത്തോടുകൂടി ആ പ്രതീക്ഷകളും കെട്ടടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് ഗോകുലം കേരള എഫ് സിയുടെ റിസർവ് ടീമും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ റിസർവ് ടീമും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് ഗോകുലം കേരള എഫ് സിയുടെ റിസർവ് ടീം ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീമിനെ പരാജയപ്പെടുത്തി. ഈ റിസർവ് ടീമുകളുടെ മത്സരത്തിൽ ഗോകുലം ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയത് അത്ര വലിയ കാര്യമല്ല എന്ന് നിങ്ങൾ പറയുമെങ്കിൽ പോലും ഒരു ഫാക്ടർ തന്നെയാണത്. ഇപ്പം ഗോകുലം ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീമിനെ പരാജയപ്പെടുത്തി 2 ടീമിന്റെയും റിസർവ് ടീമുകൾ ഏറ്റുമുട്ടിയപ്പം ഗോകുലത്തിനും അപ്പർ ഹാൻഡും അവർ വിജയവും നേടി എന്ന് പറയുമ്പം കേരള ബ്ലാസ്റ്റേഴ്സിന് കിട്ടുന്ന നിർലോഭമായിട്ടുള്ള പിന്തുണ യഥാർത്ഥത്തിൽ ഗോകുലം കേരള എഫ് സി കൂടി അർഹിക്കുന്നില്ല എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. പല താരങ്ങളെയും വളർത്തിയെടുക്കുന്നതിൽ ഗോകുലം കേരള എഫ് സിയും വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇന്ന് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ പല ക്ലബ്ബുകളിലായിട്ട് കളിക്കുന്ന പല മലയാളി താരങ്ങളുടെയും വളർച്ചയ്ക്കുള്ള സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആവാൻ ഗോകുലം കേരള എഫ് സി എന്ന് പറയുന്ന ക്ലബിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ബ്ലാസ്റ്റേഴ്സിന് നമ്മൾ പിന്തുണ നിർലോഭം വാരിക്കോരി കൊടുക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനെ കച്ചവടച്ചരക്കാക്കി മാറ്റാൻ ഇവിടുത്തെ മാനേജ്മെന്റ് മത്സരിക്കുന്നുണ്ട് എന്നുള്ളതും സത്യം തന്നെയാണ്. അതേസമയം ഗോകുലം ദേശീയ തലത്തിൽ തന്നെ കുറേ അധികം നേട്ടങ്ങൾ ഉണ്ടാക്കി പലതവണ പലരെയും കവച്ചു വെക്കുന്ന പ്രകടനങ്ങൾ നടത്തിയിട്ട് പോലും ഇവിടെ അത്യാവശ്യം മീഡിയ വിസിബിലിറ്റിയും അറ്റൻഷനും ഒന്നും ഗോകുലത്തിന് കിട്ടുന്നില്ല. നമ്മൾ ഈ ഗോകുലത്തിന് ബ്ലാസ്റ്റേഴ്സിന്റെ മേൽ വിജയം കൈവരിക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അങ്ങ് മറക്കുന്നതിനപ്പുറത്തേക്ക് ബ്ലാസ്റ്റേഴ്സിന് നൽകുന്ന പരിഗണനയുടെ പകുതിയെങ്കിലും ഗോകുലത്തിന് കൂടി നൽകാൻ തയ്യാറായിരുന്നെങ്കിൽ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോൾ സ്നേഹികൾ എന്ന നിലയിൽ നമുക്ക് കുറച്ചുകൂടി അഭിമാനിതരാവാൻ കഴിയുമായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്.